അസ്സലാമു അലൈക്കും. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, നിങ്ങൾക്ക് നാളെ നടക്കാനിരിക്കുന്ന ഫിഖിഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമുക്കിതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ചോദ്യം 1. ശരിയും തെറ്റും അടയാളപ്പെടുത്താം. ഇവിടെ 5 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അവ ശരിയാണോ തെറ്റാണോ എന്ന് അടയാളപ്പെടുത്തിയാൽ മതി. ചോദ്യം 1. നിസ്കാരം നിർബന്ധമാവാൻ 5 ഷർത്തുകളുണ്ട്. ഉത്തരം തെറ്റ്. 4 ഷർത്തുകളാണ് ഉള്ളത് അല്ലേ? ഇനി ചോദ്യം 2. ഹൈലിൻ്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 15 വയസ്സാകുന്നു. ഉത്തരം തെറ്റ്. 9 വയസ്സാകുന്നു എന്നുള്ളതാണ് ശരി. ചോദ്യം 3. നജസുകൾ 3 വിധമാകുന്നു. ഉത്തരം ശരി. ചോദ്യം 4. കടൽ വെള്ളം തൊഹൂറാണ്. അതും ശരിയാണ്. ചോദ്യം 5. എല്ല് കൊണ്ട് ശൗചം ചെയ്യൽ ഹറാമാകുന്നു. ഉത്തരം ശരി. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. ഇവിടെ 7 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇടതുവശത്തെ ബോക്സിലുണ്ട്. ആദ്യം ബോക്സിൽ തന്നിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. ശൗചം ചെയ്യൽ, കള്ള്, ഹറാമാണ്, മുസ്ലിമാവുക, വെള്ളം, മുഅല്ലല്, റജബ് മാസത്തിലാണ്. ഇനി ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്ത് ഡാഷ്. ഉത്തരം മുസ്ലിമാവുക. ചോദ്യം 2. നായ, പന്നി ഡാഷ്. ഉത്തരം മുഅല്ലല്. ചോദ്യം 3. നജസ്. നജസ് ഡാഷ്. ഉത്തരം കള്ള്. ചോദ്യം 4. 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഡാഷ്. ഉത്തരം റജബ് മാസത്തിലാണ്. ചോദ്യം 5. ഹൈലുള്ള അവസരം നിസ്കരിക്കൽ ഡാഷ്. ഉത്തരം ഹറാമാണ്. ചോദ്യം 6. 3 വിധമാണ് ഡാഷ്. ഉത്തരം വെള്ളം. ചോദ്യം 7. ഇസ്തിൻജാ ഡാഷ്. ഉത്തരം ശൗചം ചെയ്യൽ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഓരോ ഉദാഹരണം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം തൊഹൂറ്. തൊഹൂറിനുള്ള ഉദാഹരണം എന്താണ്? മഴവെള്ളം, പുഴവെള്ളം, കിണറിലെ വെള്ളം, കടലിലെ വെള്ളം. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 2. നജസ്. നജസിനുള്ള ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ്? മൂത്രം, ലഹരിദ്രാവകം. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ചോദ്യം 3. ഇടത്തരം നജസ്. ഉദാഹരണം എന്താണ്? ഉത്തരം മലം, മൂത്രം, ഛർദ്ദിച്ചത്, രക്തം, ചലം, മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി എന്നിവയുടേതല്ലാത്ത ശവം, മതിയ്, വതിയ്, ലഹരിദ്രാവകങ്ങൾ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇതാണ് ഇടത്തരം നജസ് അഥവാ മുത്തവസ്സിത്തായ നജസുകൾ. ചോദ്യം 4. ഗൗരവമുള്ള നജസ്. അതിനുള്ള ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ്? നായ, പന്നി, പിന്നെ അവയിൽ നിന്ന് ജന്മം കൊണ്ടവ. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇനി നാലാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം. ചോദ്യം 1. നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഡാഷ്. ഉത്തരം ഇസ്തിൻജാ പറ്റുകയുള്ളൂ. ചോദ്യം 2. ഫർള് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് ഡാഷ്. ഉത്തരം മുസ്തഅമൽ എന്ന് പറയും. ചോദ്യം 3. കാരണം കൂടാതെ നിസ്കാരം സമയത്തെ ഡാഷ്. ഉത്തരം സമയത്തെ വിട്ട് പിന്തിക്കാൻ പാടില്ല. ചോദ്യം 4. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ ഡാഷ്. ഉത്തരം തറക്കസ്സലാത്ത. ചോദ്യം 5. നിസ്കാരം നിർബന്ധമാവാൻ 4 ഡാഷ്. ഉത്തരം ഷർത്തുകളുണ്ട്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. ഉത്തരം എഴുതാം. ചോദ്യം 1. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം നുബുവത്തിൻ്റെ 11ാം വർഷം റജബ് മാസം 27ാം രാവിലാണ്. ചോദ്യം 2. ലഘുവായ നജസ് ഏതാണ്? ഉത്തരം 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. ചോദ്യം 3. പാമ്പിൻ്റെ തോൽ എങ്ങനെ ശുദ്ധിയാക്കാം? ഉത്തരം ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാക്കാം. ചോദ്യം 4. ഇസ്തിൻജാ എന്നാൽ എന്താണ്? ഉത്തരം മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ
ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജാ അഥവാ ശൗച്യം ചെയ്യൽ എന്ന് പറയുന്നു. ഇനി ആറാമത്തെ പ്രവർത്തനം നോക്കാം. വ്യക്തമാക്കാം. ചോദ്യം 1 തൊഹൂറ്. ഉത്തരം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. ചോദ്യം 2 തോഹിർ. എന്താണ് തോഹിർ? ഉത്തരം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. ഇനി ഏഴാമത്തെ പ്രവർത്തനം 2 എണ്ണം എഴുതാം. 1 ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ. ഉത്തരം ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ, ഭക്ഷ്യവസ്തു, എല്ല്. ഇവയിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. തുടർന്നും വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.